പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം ജയപ്രകാശ് കൂളൂരിൻ്റെ മീനോളം എന്ന ബാലനാടകമാണ്. ഇനി എന്താണ് ബാലനാടകവേദി എന്ന് നോക്കാം. ബാലനാടകവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും കഴിയുന്ന നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് ബാലനാടകവേദി. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ നാടകം അവതരിപ്പിക്കാം. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകുന്ന പ്രമേയമായിരിക്കണം. പ്രമേയവും അതുപോലെ തന്നെ രംഗാവതരണവും ആയിരിക്കണം ഈ ബാലനാടകവേദിയുടേത്. പൊതുവെ ഗുണപാഠ കഥകൾ, നീതിസാര കഥകൾ തുടങ്ങിയവയാണ് ഇവയ്ക്ക് ആധാരമായിട്ട് എടുക്കാറുള്ള കഥകൾ. ഇംഗ്ലണ്ടുകാരനായ ജീൻ ഡെർലിംഗ് ആണ് കുട്ടികൾക്കായി നാടകങ്ങൾ രൂപപ്പെടുത്തിയതിൽ പ്രമുഖൻ. ഇവിടെ ജയപ്രകാശ് കൂളൂരിൻ്റെ മീനോളം എന്ന ബാലനാടകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. ജയപ്രകാശ് കൂളൂർ പ്രശസ്ത മലയാള നാടകകൃത്താണ് ജയപ്രകാശ് കൂളൂർ. സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂൾ, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജ്, കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2012 പുറത്തിറങ്ങിയ പോപ്പിൻസ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്താണ്. ഇനി നമുക്ക് മീനോളം എന്ന നാടകത്തിൻ്റെ ചെറിയൊരു ദൃശ്യാവിഷ്കരണം കണ്ടാലോ? അമ്മേ, എന്താ കുഞ്ഞേ? അമ്മേ, എനിക്ക് കുറേ നാളായി ഒരു സംശയം. കുറേ നാളുകളോ? അതിന് നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളുകളല്ലേ ആയുള്ളൂ. അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം. ഞാൻ ഈ കാണും കടൽപ്പുറ്റൊന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10-ലേറെ തവണ നീന്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിലും നീ അങ്ങനെ, നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ലേ അല്ല. അതോ അമ്മയുടെ മറ്റു കുഞ്ഞുങ്ങൾ എന്നെപ്പോലെ അല്ലേയല്ലോ എന്നാണോ? വേണ്ട വേണ്ട, നിന്റെ കുസൃതി ചോദ്യം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. അപ്പം എങ്ങനെയാ അമ്മയോട് എൻ്റെ സംശയം ചോദിക്കുക? ഞാൻ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം കേട്ട് സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാകൂ. എന്നെ വിശ്വസിപ്പിച്ചാൽ ചോദ്യം നല്ലത്, അല്ലെങ്കിൽ ചോദ്യം മലിനം, കുസൃതി, തോന്നിയാസം. അല്ല, നീ എൻ്റെ ഇത്തിരി തലച്ചോറ് പുണ്ണാക്കുവാണോ കുഞ്ഞു? അല്ല, എൻ്റെ തലയിലെ പുണ്ണ് മാറ്റാൻ നോക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ സംശയമാണിപ്പോഴത്തെ പ്രശ്നം. അതിലൊരു സംശയമില്ല. എന്താ നിന്റെ പ്രശ്നം? എന്താണമ്മേ കടൽ? കടൽ എന്താണോ? അതെ, മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ. എന്നിട്ടും നീ ചോദിക്കുക എന്താണ് കടലെന്ന്. കഷ്ടം. ആർക്കാണമ്മേ കഷ്ടം? പറഞ്ഞുതാ, എന്താണ് ഈ കടൽ? കുഞ്ഞേ, ഇതാ ഈ കാണുന്നത് തന്നെയാണ് കടൽ. അപ്പം കാണാത്തതൊന്നും കടലല്ലേ? നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവനും കുടിപ്പിച്ചേ അടങ്ങൂ അല്ലേ കുഞ്ഞു? പറഞ്ഞുതാ അമ്മേ, എന്താണ് ഈ കടലിൽ? നിനക്കുത്തരം പറയാൻ എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നാളെ പറഞ്ഞു തരാം. നാളെ? അമ്മേ, ഇന്നത്തെ കടലായിരിക്കുമോ നാളെ? അയ്യോ അയ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കുമോ? കേരളത്തിലെ പ്രമുഖ നാടകങ്ങൾ പരിചയപ്പെട്ടാലോ? ആദ്യാവസാനം സംഗീതാത്മകമായ നൃത്തനാടകമാണ് ചവിട്ടുനാടകം. അഭിനേതാക്കൾ ഭാവം ഉൾക്കൊണ്ട് പാടി അഭിനയിക്കുന്നു. കലാപരമായി വളരെ മേന്മയുള്ളവയാണ് ചവിട്ടുനാടകത്തിലെ വേഷങ്ങൾ. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും. ഇന്നും നമ്മുടെ മുന്നിൽ ആരുമില്ലൊരു ധീരരുമില്ല. നമ്മുടെ മുന്നിൽ ആരുമില്ലൊരു ധീരരുമില്ല. ഉണ്ടെന്നിടുകിൽ ഞാനും ചിരത്താർ ബുദ്ധിടുവേണോ. നമ്മുടെ പല പല വിദ്യകളാൽ ജയിച്ചിടുമെന്നും നമ്മുടെ പടകൾ. നമ്മുടെ പല പല വിദ്യകളാൽ ജയിച്ചിടുമെന്നും നമ്മുടെ പടകൾ. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും. മുറയതുമറിയും വാളിനാൽ പല വിദ്യയും അറിയും. തനികിട്ടത് മൃതകത്തിലങ്കിട്ട കിട്ടത് മൃതകത്തീണത്തം വന്നു വണങ്ങിടും ഞാൻ എന്നും രാജന്റെ കാലടി മുന്നിൽ. വന്നു വണങ്ങിടും ഞാൻ എന്നും രാജന്റെ കാലടി മുന്നിൽ. പാലത്തീനിലെ
നിവാസികൾ പുകഴ്ത്തിടുന്നു രാജന്റെ നാമം. പാലസ്തീനിലെ വാസികൾ പുകഴ്ത്തിടുന്നു രാജന്റെ നാമം. ഡയോക്ലീഷ്യൻ രാജന്റെ നാമം കേട്ടിടും നേരം. ഡയോക്ലീഷ്യൻ രാജന്റെ നാമം കേട്ടിടും നേരം. അടിമുടി വിറച്ചിടും ശത്രുജനങ്ങൾ എന്നും ധീരനായി വാണിടും രാജൻ. അടിമുടി വിറച്ചിടും ശത്രുജനങ്ങൾ എന്നും ധീരനായി വാണിടും രാജൻ. ഉറയതും അറിയും വാളിനാൽ പല വിദ്യയും അറിയും. ഉറയതും അറിയും വാളിനാൽ പല വിദ്യയും അറിയും. തരികിടത് മൃതകത്തിലങ്കി തക്കിടത് മൃതകത്തതിനത്തം. കേരളത്തിൽ വളരെ പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് കാക്കരിശ്ശി നാടകം. കാക്കാലനും കാക്കാത്തിമാരുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. സാമൂഹിക പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ് ഇവയുടെ ലക്ഷ്യം. ഏതെങ്കിലും മരത്തടിപ്പണ കിടന്ന് തുടങ്ങിയിട്ട് വൈകിട്ടാകുമ്പോ പൈസ എടുക്കാണ്ട് വീട്ടിൽ പോവാറുണ്ട്. ഇവിടെ തൊഴിലുറപ്പിന്റെ ADS നമ്മളെ കനകജ തമ്പുരാട്ടി ഇവിടെ കൂടെ ഉണ്ടാണ്. അമ്മ കൂടെ തരുടെ ഒരു ചാൻസ്. അങ്ങനെ ഇന്നലെ ആണുകളൊന്നും ഇപ്പൊ ഒന്നിനും വേണ്ടല്ല. ആണുകളൊന്നും ഒന്നിനും വേണ്ട. ഇപ്പൊ ആളെപ്പാടെ 2 കാര്യത്തിന് മാത്രമാണ് ആണുങ്ങളെ വിളിക്കണം. അതെന്താ? അയ്യോ പോക്കറ്റ് ഇരിക്കുന്ന പൈസ എടുക്കാൻ നേരത്തെ വിളിക്കും. രാത്രി മിറ്റത്തിറങ്ങാൻ നേരത്ത് കൂട്ടിയെല്ലാം നേരത്തെ ഒന്ന് വിളിക്കുക. അല്ലാതെ ആണുങ്ങളൊന്നും ഒന്നിനും വേണ്ട. അയ്യോ കള്ളം പറഞ്ഞല്ലേ ചെന്ന് വീട്ടിൽ ചെന്ന് റേഷൻ കാർഡ് എടുത്ത് നോക്കി. ഗൃഹനാഥനൊക്കെ ഇപ്പൊ പെണ്ണുങ്ങളാണ്. അതെ ഞാൻ ഇരിക്കാണ്. നമ്മറ്റീം തോല വെച്ച് പുൽക്കായി ഷർട്ട് വിട്ടോണ്ട് വാവാ പോരാനി ജലജാമണി പാടാനി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചേ നിങ്ങളെ വാർഡ് മെമ്പർ ഗീതാ വിജയൻ നമ്പുരാട്ടിയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എടാ നിങ്ങൾ എന്തിനാ ഈ ആണുങ്ങളേലും തൊഴിലുറപ്പ് എടുക്കാത്ത? അപ്പൊ എന്നോട് പറയല്ലേ, അത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഒരു 2:30-3 മണി വരെ പെണ്ണുങ്ങൾ ഇറന്ന് ഉറങ്ങും. ആണുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവന്മാർ ഭയങ്കര കൂർക്കം വഴിയാണ്. അത് കാരണം പെണ്ണുങ്ങൾക്ക് ഇറന്ന് ഉറങ്ങാൻ ഒക്കൂലെന്ന്. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ എങ്ങനെയാണ് തൊഴിലുറപ്പിന് വരുന്ന? നിങ്ങൾ അവരെ ഷർട്ട് എടുത്ത് കൈലി എടുത്ത് കൊടുത്തോണ്ട് നേരം കിടക്കുമ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോ ആണുങ്ങൾ ഇങ്ങനെ ഒരു തുണി കൊടുക്കാൻ ഇറങ്ങി വരാൻ നോക്കൂ. തമാശ അറിഞ്ഞല്ലാണ്ട് ഇപ്പൊ മീൻ പിടിക്കാൻ പെണ്ണുങ്ങള്, തെങ്ങി കയറാൻ വരെ പെണ്ണുങ്ങളാണ്. കൊച്ചമ്മൻ ചോദിക്കുന്ന പെണ്ണുങ്ങൾ തെങ്ങി കയറുന്ന എവിടെയാണെന്ന്. എന്നിട്ട് നേരത്തേക്ക് പണിക്ക് പോകണ്ട ചെന്ന് പെണ്ണുങ്ങൾ തെങ്ങി കയറുന്ന നോക്കിക്കൊണ്ട് തന്നെ നെറ്റി. ഇങ്ങനെ കണ്ണാടി വെച്ച് ഇവിടെ എന്നാടി പെണ്ണുങ്ങൾ കയറിക്കാരി അങ്ങനെ ശവരിയാലോ അല്ലെ കയറി. ഇപ്പൊ പെണ്ണുങ്ങളെ അങ്ങോട്ട് ചെല്ലുന്നെങ്കിൽ 10-40 പോലീസുകാർ ചേർന്ന് പൊക്കി എടുത്തുകൊണ്ടൊക്കെ ഒന്ന് പോരാ. അങ്ങോട്ട് എടുത്തോണ്ട് പോവാ ആള്, ഇങ്ങോട്ട് കൊണ്ടാക്ക ആള്. നമ്മൾ ആണുങ്ങളാണെങ്കിലും ഒരു വഴിയാരെങ്കിലും ചെന്ന് ആരെങ്കിലും എടുത്തോണ്ടാക്കൂല. ഓ കൊച്ചമ്പ്രായോ ഒരു വർഷം പൊടി മരിച്ചും പറയലെങ്കിൽ പോന്നല്ലാന്ന്. അയ്യോ അറിയണ്ട എല്ലാ ഭാഗം കിളിമാനൂർ കണ്ടാണ്. കാക്കാന്മാർ സഭയിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട